അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇനി എൻ്റെ ലൈഫിൽ ചേഞ്ച് വരുത്താൻ പോകുന്നത്, അതിന്റെ എല്ലാം സ്റ്റാർട്ടിങ് ബിഗ് ബോസ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള ഈ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്, എക്സൈറ്റഡ് ആണ് അല്ലേ? ഓക്കെ, അഖിലേട്ടാ. എനിക്കങ്ങനെ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല, അത് പൊതുവെ ഒരു കാര്യത്തിലും ഇല്ല. അതാണ് ഞാൻ ഒരുപാട് സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഒരു താക്കിയതും കൂടി താങ്ങാനുള്ള കഴിവില്ലാത്തോണ്ട് പറയാണ്, എന്റെ പൊന്ന് രാമേന്ദ്ര, നീ ഒന്ന് ഇവനെ ബിഗ് ബോസ് വിന്നറാവുന്ന സമയത്തും ഞാൻ വളരെ കാമായിരുന്നു. പക്ഷെ രണ്ടായാലും എനിക്ക് സ്വയം തോന്നിയൊരു സത്യമുണ്ട്. ഈ ഞാൻ വേണ്ട എന്ന് പല പ്രാവശ്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറിയപ്പോഴും എന്നെ ഇതിലേക്ക് കൊണ്ടിടുകയായിരുന്നു. അതായത് ഈ സംസാരിച്ചു, ഇത്തവണത്തെ ബിഗ് ബോസിൽ 100 ദിവസത്തെ ഡ്രസ്സ് കൊടുത്താണ് കയറിയ പലരും ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിറങ്ങി രഞ്ജിത്ത് മുൻഷി ആയാലും 2 ആഴ്ച കഴിഞ്ഞിറങ്ങി വിൻസി ആയാലും ഇവരൊക്കെ പിന്നീട് പരാതി പറഞ്ഞു. ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ 2 ആഴ്ചത്തേക്കുള്ള തുണി പോലും എടുത്തിട്ടില്ല. ആദ്യത്തെ ആഴ്ച എന്നെ എവിക്ട് ചെയ്ത് പുറത്താക്കുമെന്ന് കരുതി മാക്സിമം പിടിച്ചു നിൽക്കാൻ കരുതി പോയിട്ട് ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നത്. നിങ്ങൾ 3 പേരുടെ ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ബിഗ് ബോസ് ആണ്. അപ്പൊ ഞാൻ ആക്ച്വലി വിചാരിച്ച ഒരു ബിഗ് ബോസ് റിലേറ്റഡ് ലൈക്ക് അങ്ങനെ ആയിരിക്കും കാസ്റ്റിംഗിലും അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും എടുത്തത്. അങ്ങനെ ഞങ്ങൾ മാക്സിമം നമ്മൾ നോക്കിയായിരുന്നു. ലാലേട്ടനെയൊക്കെ കൊണ്ടുവന്നും ലാലേട്ടൻ അഖിലേട്ടന്റെ ക്യാരക്ടറിൽ ലാലേട്ടൻ തോന്നുന്നില്ല. അതെന്താ എന്നെ കുറിച്ച് മാത്രം പ്രത്യേക പറഞ്ഞു വേലായുധൻ വെറുതെ എന്നൊക്കെ എനിക്ക് ഫീൽ പേരില് മുള്ളൻകൊല്ലി വേലായത് ലാലേട്ടൻ ഇവനേതാ എന്റെ സുഹൃത്താണ്, ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ, ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ രീതിയിലോട്ട് നമ്മുടെ കഥയിൽ മുള്ളൻകൊല്ലി എന്ന് പറയുന്ന ഒരു പ്രദേശം, അങ്ങനെ ഒരു പ്രദേശത്ത് നടക്കുന്ന. പക്ഷെ ആ പേര് ഭയങ്കര കാച്ചിങ് ആണ്. പെട്ടെന്ന് എല്ലാവരും മുള്ളൻകൊല്ലി ലാലേട്ടനും ആ ഒരു സിനിമ എല്ലാവരും ആക്ച്വലി എല്ലാരും ചോദിച്ചത് നമ്മളടുത്ത് ഈ പേര് കേൾക്കുമ്പോ ചോദിക്കുന്ന അതാ മുള്ളൻകൊല്ലി അതായിട്ട് റിലേറ്റഡ് ആണോ എന്നൊക്കെ. ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. ഷാജിയേട്ടാ ഇവിടെ നടക്കുന്ന വേറെ ആളുകളുടെ കഥയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ബിഗ് ബോസ് ആയിട്ട് അപ്പൊ ആക്ച്വലി മീഷോയിൽ നിന്ന് മേടിച്ച സ്വന്തമായിട്ടാ പറയുന്നേ. എന്നെ ട്രോള എനിക്ക് ആരുടെ സപ്പോർട്ട്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അത് ബാക്കി ഒരു മീഷോയിൽ നിന്ന് ഉള്ളെങ്കിൽ വേലായത് അതൊന്നും ഒരു വിഷയമുള്ള കാര്യം. അത് വലിയ കാര്യാക്കണ്ട ഏലിയാമ്മേ. ചില ഉരുപ്പിടികൾ അങ്ങനെയാ, പ്രായമായാലും ഒതുങ്ങുകയല്ല. അപ്പൊ ഒരു പോയിന്റ് ഇവിടുന്ന് തന്നെ കിട്ടി. ഇതൊന്നും ഞാൻ അതെപ്പോഴേ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് മാധവ് സുരേഷിന്റെ ട്രോളും നമ്മുടെയൊക്കെ വെച്ചിട്ട് നമ്മളെയൊക്കെ കുറെ ആൾക്കാർ ഇപ്പൊ ട്രെയിലർ കണ്ട എല്ലാവരും പറഞ്ഞു ഇതിനകത്ത് എന്താ എത്ര പ്രശ്നം എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവത്തില്ല. 5 പൈസ മുടക്കാതെ ട്രെയിലർ ഹിറ്റാക്കി. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഉണ്ടായ ഞാനും നോക്കാം അടുത്ത പണി. പിന്നെ ഒരു സെക്കൻഡ് ഞാനിവിടെ നിൽക്കൂല. പതുക്കെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ജോലി ശരി. ട്രോളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മൂവിയിലും അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളാ കമന്റ് ഓഫ് ചെയ്തിട്ട് അതെ മറ്റേ ഇത് റാംജിറാവൂല് ജനാർദ്ദൻ ചേട്ടൻ പറഞ്ഞ ഞാൻ എന്താ ചെയ്യാന്ന് നോക്കിയിടക്ക ഈ പത്രക്കാർ എന്തിന്, ആർക്ക് വേണ്ടി? ഞാൻ എപ്പോഴും പറയാറില്ല ഇവന്മാര് മൂർച്ചകളാണെന്ന്.